നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. നന്മയുടെ പൂവിളിയുമായി മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. ഓണക്കോടിയണിഞ്ഞും ഓണത്തപ്പനെ വരവേറ്റും തിരുവോണ സദ്യ ഒരുക്കിയും വീടുകൾ ആഘോഷത്തിമിർപ്പിലായി. തിരുവോണ ദിനത്തിൽ നാടിനെ കണ്ണീരിലാഴ്ത്തി 2 പേർക്ക് ദാരുണാന്ത്യം. ചേലക്കരയ്ക്കും പഴയന്നൂരിനും ഇടയിൽ ചേലക്കോട് ചായക്കടയിലേക്ക് ടാങ്കർ ലോറി പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. മുൻ ക്രിക്കറ്റ് അമ്പയറും സംഘാടകനുമായ B. നന്ദകുമാർ അന്തരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച. വാർത്തകൾ വിശദമായി. നന്മയുടെ പൂവിളിയുമായി മലയാളികളുള്ള നാട്ടിലെല്ലാം തിരുവോണം ആഘോഷിച്ചു. തൃക്കാക്കരയപ്പനെ പൂജിച്ചും പൂക്കളമിട്ടും ഓണസദ്യ ഒരുക്കിയും ഓണക്കളികളിൽ മുഴുകിയും ഒരാണ്ടിൻ്റെ കാത്തിരിപ്പിന് ശേഷം മലയാളികൾ എല്ലാം ഓണത്തിരക്കിലമർന്നു. കേരളത്തിന് പുറമെ വിദേശ മലയാളികളും ആർപ്പും ആരവവുമായി ഓണത്തെ വരവേറ്റു. ഓണക്കോടിയണിഞ്ഞും ഓണത്തപ്പനെ വരവേറ്റും തിരുവോണ സദ്യ ഒരുക്കിയും വീടുകൾ ആഘോഷത്തിമിർപ്പിലായി. പൂവിളിയും പൂക്കളവും പുത്തനുടുപ്പും സദ്യവട്ടവും മാത്രമല്ല മലയാളിക്ക് ഓണം. ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും ആഘോഷം കൂടിയാണത്. കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന ദിനത്തിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് മലയാളികൾ സ്വന്തം നാടുകളിലേക്കും വീടുകളിലേക്കും എത്തി. കാണം വിറ്റും ഓണമുണ്ണണമെന്ന പഴമൊഴി ഓണത്തിൻ്റെ ആഘോഷ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഒരു ദിവസത്തെ ആഘോഷത്തിനപ്പുറം ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ സാഫല്യവും വരും വർഷത്തേക്കുള്ള ഓർമ്മകളും പ്രതീക്ഷകളും ചേർത്ത് വെക്കുന്ന ദിനം കൂടിയായിരുന്നു തിരുവോണം. വീടുകളിലും നാട്ടിലും ജോലിസ്ഥലങ്ങളിലും നാട്ടിനു പുറത്തെ ക്ലബ്ബുകളിലുമെല്ലാം ഓണാഘോഷ പരിപാടികൾ സജീവമായി. തിരുവോണ നാളിലാണ് മഹാബലി തമ്പുരാൻ പാതാളത്തിൽ നിന്ന് കേരളത്തിലെത്തുന്നതെന്നാണ് ഐതിഹ്യം. വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയായ ഓണം പന്നമാസത്തിന്റെ വറുതിയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള ചുവടുവെപ്പിന്റെ ഓർമ്മ കൂടിയാണ്. പാടത്ത് വിളഞ്ഞു നിന്ന നെല്ല് കൊയ്തെടുത്തിരുന്ന പഴയ ഓണക്കാലം ഇന്ന് മലയാളിക്ക് ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മയാണ്. ആ ഓർമ്മകളും സ്നേഹവും ഒരുമയും പങ്കുവച്ച് മലയാളി വീണ്ടും പൊന്നോണത്തെ ആഘോഷപൂർവ്വം വരവേറ്റു. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാ മലയാളികളുടെയും അഭിമാനകരമായ ആഘോഷമാണ് ഓണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിജീവനത്തിന് പ്രേരിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവുണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഓരോ ഓണാഘോഷങ്ങളുമെന്ന് VD സതീശൻ പറഞ്ഞു. സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം എല്ലാവർക്കും ഓണം ആഘോഷിക്കാനാകട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ സൃഷ്ടിച്ച പ്രയാസങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിലും അതിജീവനത്തിനുള്ള കരുത്തും ആത്മവിശ്വാസവുമാണ് ഓരോ ആഘോഷങ്ങളിലൂടെയും നാം കൈവരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിലക്കയറ്റമില്ലാത്ത ഓണാഘോഷത്തിനായി സർക്കാർ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും വിതച്ച് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയണമെന്നാണ് ഓണത്തിൻ്റെ സന്ദേശമെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണെന്നും എല്ലാവർക്കും ഊഷ്മളമായ ഓണാശംസകൾ നേരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഐതിഹ്യമനുസരിച്ച് മാവേലി മന്നൻ തൻ്റെ പ്രജകളെ കാണാൻ കേരളത്തിലേക്ക് എത്തുകയാണ്. പ്രകൃതി വരെ ഹരിതാപമായി മാറിയിരിക്കുകയാണ്. മനുഷ്യരെല്ലാവരും ആഹ്ലാദത്തിലാണ്. ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ബന്ധുക്കളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം എല്ലാവരും ഒരുമിച്ച് ചേരുന്ന അതിമനോഹരമായ ഒരാഘോഷമാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ്. ഈ ഓണാഘോഷവും അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.
ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്. തിരുവോണ ദിനത്തിൽ നാടിനെ കണ്ണീരിലാഴ്ത്തി 2 പേർക്ക് ദാരുണാന്ത്യം. ചേലക്കരയ്ക്കും പഴയന്നൂരിനും ഇടയിൽ ചേലക്കോട് ചായക്കടയിലേക്ക് ടാങ്കർ ലോറി പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. തിരുവോണ പുലരിയിലാണ് നാടിനെ ഞെട്ടിച്ച ദുരന്തമുണ്ടായത്. പഴയന്നൂർ കല്ലേപ്പാടം സ്വദേശി ഷമീർ, മണ്ണാർക്കാട് സ്വദേശി ജോസഫ് എന്നിവരാണ് മരിച്ചത്. ചേലക്കോട് വെച്ച് ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു ഇരുവരും. പെട്രോൾ ടാങ്കർ ലോറി ഡ്രൈവറായ ജോസഫ് വണ്ടി നിർത്തി ചായ കുടിക്കാൻ എത്തിയതായിരുന്നു. കല്ലേപ്പാടം സ്വദേശിയായ ഷമീർ പഴയന്നൂരിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ എത്തിയത്. ഇതിനിടെ അതുവഴി വന്ന മിൽമയുടെ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് ഇരുവരുടെയും ഇടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ലോറിക്കടിയിൽ അകപ്പെട്ട ഇരുവരെയും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഏറെ പരിശ്രമിച്ചാണ് പുറത്തെടുത്തത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ ലെവൽ 1 അമ്പയറും തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷററുമായിരുന്ന കൊടകര കാവിൽ മരത്തോമ്പുള്ളി വാര്യത്ത് ഗീതാ ഭവനിൽ ബി നന്ദകുമാർ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. കൊടകരയിലെ യങ്സ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബിലെ സെക്രട്ടറി ആയിരുന്നു. വർഷങ്ങളായി കൊടകരയിലും തൃശൂരും അണ്ടർ-17, അണ്ടർ-14 ടൂർണമെന്റുകളും സംഘടിപ്പിച്ചിരുന്നു. ക്രിക്കറ്റ് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതിലും ക്രിക്കറ്റിൽ ഓൾറൗണ്ടർ കളിക്കാരനായിരുന്നു. കൊടകരയിലെ വിസ്ഡം പാരലൽ കോളേജിന്റെ ഓണറും പ്രിൻസിപ്പളും അബാക്കസ് പരിശീലകനുമായിരുന്നു. പരേതരായ ഉണ്ണികൃഷ്ണ വാര്യരുടെയും ശ്യാമളാദേവിയുടെയും മകനാണ്. അംബികയാണ് ഭാര്യ. വികൃതി, ജാനേമേൻ, ജയ 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 ഹേ എന്നീ സിനിമകളുടെ നിർമ്മാതാവായ ലക്ഷ്മി വാര്യർ മകളാണ്. ഹരിയാണ് മരുമകൻ. മനസ്സിൽ മാവേലി നാടിൻ്റെ ഗൃഹാതുരത്വമുണർത്തി ഓണക്കാലത്തിൻ്റെ നന്മയും പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്ന പുതിയൊരു സംഗീതാൽബം കൂടി ആസ്വാദകരുടെ ഹൃദയം കീഴടക്കുന്നു. കണ്ണാന്തളി പൂക്കൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മനോഹരമായ പൊന്നോണ ആൽബം SD മ്യൂസിക്കിന്റെ ബാനറിൽ ധർമ്മൻ പണിക്കശ്ശേരിയാണ് കണ്ണിനും കാതിനും ഇമ്പമാകുന്ന തരത്തിൽ ഓണക്കാലത്തും ഓണം കഴിഞ്ഞാലും ഓർത്തോർത്തു പാടാൻ ഈ മ്യൂസിക് ആൽബം ഒരുക്കിയിരിക്കുന്നത്. പതിവ് ഓണക്കാഴ്ചകളാണ് ദൃശ്യങ്ങളിൽ നിറയുന്നതെങ്കിലും അവയെ മനോഹരമായ രീതിയിൽ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് കണ്ണാന്തളി പൂക്കളുടെ അണിയറ പ്രവർത്തകർ. ഒരു ഓണക്കാലത്തിന്റെ എല്ലാ മൂഡും വൈബും അതിന്റെ എല്ലാ ദൃശ്യ നിറവോടും മികവോടും കൂടി ആസ്വാദകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ഇവർ. കണ്ണാന്തളി പൂക്കൾ വിടരുന്ന പൊന്നോണക്കാലവും ദൂരെ എവിടെ നിന്നോ കേൾക്കുന്ന പൂവിളികളും ഒരുമിച്ച് കൂടിയിരുന്ന് പൂക്കളം തീർക്കുന്നതും കണ്ണാന്തളി പൂക്കളിൽ കാണാം. പഴയ തലമുറയ്ക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് ഈ ആൽബമെങ്കിൽ ജെൻസി തലമുറയ്ക്ക് അവരറിഞ്ഞിട്ടില്ലാത്ത ഒരു ഓണത്തിന്റെ കളർഫുൾ കാഴ്ചകളാണ് കണ്ണാന്തളി പൂക്കൾ സമ്മാനിക്കുന്നത്. ഓളം തഴുകും കായൽ കവിളിൽ മിന്നിപ്പായും പാട്ടുണ്ടേ, വഞ്ചിപ്പാട്ടേറ്റും പാടും നീ. തുമ്പയും തുമ്പിയും ഊഞ്ഞാലാട്ടവും കൊതിയോടെ മാത്രം നോക്കിക്കാണുന്ന ഒരു തലമുറയ്ക്ക് മുന്നിലാണ് കണ്ണാന്തളി പൂക്കൾ മനോഹരമായി വിടരുന്നത്. സന്ധ്യാധർമ്മന്റെ മനോഹരമായ വരികൾക്ക് അജി ഡെൻറോസ് ആണ് ഈണം പകർന്നിരിക്കുന്നത്. TP സന്തോഷ്, സ്വാതി സുധീർ എന്നിവർ ചേർന്ന് ആലാപനം നിർവഹിച്ച ഈ ഗാനം ഇനിയുള്ള എല്ലാ ഓണക്കാലങ്ങളിലും മലയാളികളുടെ മനസ്സിലും ചുണ്ടിലും നിറഞ്ഞു നിൽക്കും. വിനോദ് മക്കയാട്, ബൈജു, രാഹുൽ എന്നിവരാണ് ഈ ആൽബത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്.
ഇതര സംസ്ഥാന പൂക്കളെ ആശ്രയിക്കുന്ന പതിവിന് വിപരീതമായി ഓണത്തിന് നാടൻ പൂക്കളുമായി പറപ്പൂക്കരയിലെ ഒരു കൂട്ടം യുവാക്കൾ. പറപ്പൂക്കര അക്ഷയ കേന്ദ്രത്തിന് സമീപം സമരിയൻ പുരുഷ സംഘം നടത്തിയ ചെണ്ടുമല്ലി കൃഷി ഇത്തവണ ഓണവിപണിയിൽ വലിയ തരംഗമായിരിക്കുകയാണ്. 20 സെന്റ് സ്ഥലത്താണ് ഇവർ പൂക്കൃഷി നടത്തിയത്. ലോകകപ്പ് ആവേശത്തിനിടയിലും 10 പേരടങ്ങുന്ന സംഘം കഠിനാധ്വാനത്തിലൂടെയാണ് ഈ നാടൻ പൂക്കൃഷി വിജയത്തിലെത്തിച്ചത്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങൾക്ക് പുറമെ അപൂർവമായ വെള്ള നിറത്തിലുള്ള ചെണ്ടുമല്ലിയും ഇവിടെ കൃഷി ചെയ്തിരുന്നു. വെളുത്ത ചെണ്ടുമല്ലിയുടെ പ്രത്യേകത കാരണം നാട്ടുകാരിൽ നിന്നും വലിയ ആവശ്യക്കാരാണ് എത്തിയത്. വിളവെടുത്ത പൂക്കളിൽ ഭൂരിഭാഗവും നാട്ടുകാർ തന്നെയാണ് വാങ്ങിയത്. വഴിയരികിൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ ചെണ്ടുമല്ലിപ്പാടം വഴിയാത്രക്കാർക്കും നയനമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. അന്യസംസ്ഥാന പൂക്കളിൽ നിന്ന് മാറി നാടൻ പൂക്കളാൽ ഓണം തീർക്കാൻ പറപ്പൂക്കരയിലെ ഈ കൂട്ടായ്മ മാതൃകയാവുകയാണ്. MDMAയുമായി യുവാവ് പോലീസ് പിടിയിൽ. മണ്ണുത്തിയിൽ 14 ഗ്രാം MDMAയുമായി യുവാവ് പോലീസ് പിടിയിലായി. അഞ്ചേരി സ്വദേശി 26 വയസ്സുള്ള സാൻജോയാണ് തൃശൂർ ഡാൻസ് സാഫിൻ്റെയും മണ്ണുത്തി പോലീസിൻ്റെയും പിടിയിലായത്. തിരുവോണ ദിവസമായ ബുധനാഴ്ച സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1 പവൻ സ്വർണത്തിന് 1,20,080 രൂപയാണ് വില. 1 ഗ്രാം സ്വർണത്തിന് 15,010 രൂപ നൽകണം. നികുതിയും പണിക്കൂലിയും കൂടി ചേരുമ്പോൾ ആഭരണങ്ങളുടെ വില ഇനിയും ഉയരും. 20 ദിവസത്തിനിടെ പവന് 15,000 രൂപയുടെ വർധന രേഖപ്പെടുത്തിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ നിലവിൽ വില മാറ്റമില്ലാതെ തുടരുകയാണ്. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. ഡോളർ ദുർബലമായതും അമേരിക്കൻ ബോണ്ട് ആദായത്തിലെ കുറവും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണത്തിന് കരുത്തേകിയിരുന്നു. എന്നാൽ ഡോളർ വീണ്ടും ശക്തിപ്പെട്ടതടക്കമുള്ള ഘടകങ്ങളാണ് കഴിഞ്ഞ ദിവസം വിലയിൽ പ്രതിഫലിച്ചത്. US ഫെഡറൽ റിസർവിന്റെ പണപ്പെരുപ്പ ആശങ്കകളും സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വ്യതിയാനം തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിലെ റെക്കോർഡ്. 2025 ഡിസംബർ 23 1 പവൻ സ്വർണത്തിന്റെ വില ആദ്യമായി 1 ലക്ഷം രൂപ കടന്നത്. ബെസ്റ്റ് സംഘം പുതുക്കാടിന്റെ നേതൃത്വത്തിൽ അഖില കേരള ത്രീസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പുതുക്കാട് സെന്റ് ജോസഫ് ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ ചാർലീസ് ആർക്ക് പുതുക്കാട് ജേതാക്കളായി. ശില്പ ഫാബ്രിക്കേറ്റേഴ്സ് ചാലക്കുടി നൽകുന്ന 2ാം സമ്മാന ക്യാഷ് അവാർഡിനും തൃക്കൂക്കാരൻ ജോസ് മെമ്മോറിയൽ ട്രോഫിക്കും വേണ്ടിയാണ് മത്സരം സംഘടിപ്പിച്ചത്. പുതുക്കാട് ഫെറോന പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറയത്ത ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ബെസ്റ്റ് സംഘം പ്രസിഡന്റ് സ്റ്റെബിൻ പുത്തൂരാൻ അധ്യക്ഷനായി. ചാർലി കിഴക്കൻ, വിനു സൈമൺ, ജോയൽ നാനാപ്പൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ടൂർണമെന്റിലെ വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും ട്രോഫിയും ചാർലീസ് ആർക്ക് പുതുക്കാട് MD ചാർലി കിഴക്കൻ വിതരണം ചെയ്തു. ഒരുപാട് വർഷം മുൻപ് ഞാനിവിടെ സ്ഥിരമായിട്ട് പന്ത് കളിച്ചിരുന്ന ഒരു ഗ്രൗണ്ടാണ്. അന്ന് ഡോളേഴ്സ് പുതുക്കാട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ഥിരം ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞങ്ങൾക്ക് ഇന്ന് ഇതിന്റെ സംഘാടകർ ഒരുപാട് വർഷം പന്ത് കളി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. അതുപോലെ ഇവിടെ ഇന്ന് ഈ ഫുട്ബോൾ മേള സംഘടിപ്പിച്ച ബെസ്റ്റ് സംഘത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ടീമാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഡിവൈഎഫ്ഐ ആലത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന 14ാമത് ഗ്രാമോത്സവം വെള്ളിയാഴ്ച സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം ആദ്യം ഫുട്ബോൾ ടൂർണമെന്റോടു കൂടിയാണ് ഇത്തവണത്തെ ഗ്രാമോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് വിവിധ ദിവസങ്ങളിലായി ക്രിക്കറ്റ്, ക്യാരംസ്, മിനി മിലിഷ്യ, അണ്ടർ-17 ഫുട്ബോൾ ടൂർണമെന്റുകൾ, ചിത്രരചനാ മത്സരം, പൂക്കള മത്സരം, ചെസ് ടൂർണമെന്റ്, കുട്ടികളുടെ വിവിധ കായിക മത്സരങ്ങൾ എന്നിവ നടന്നു. ഗ്രാമോത്സവത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം വ്യാഴാഴ്ച രാവിലെ 9:30 ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉദ്ഘാടനം ചെയ്യും. കെ. രാമചന്ദ്രൻ എം.എൽ.എ, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വൈകിട്ട് 6 അസ്ത്രനാറക്കലിന്റെ വീരനാട്യം നാടകം അരങ്ങേറും. സമാപന ദിവസമായ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മുതൽ ഓണം കളി മത്സരം നടക്കും. യുവതാര കൊൽക്കുന്ന്, ട്യൂൺസ് ഇരിങ്ങാലക്കുട എന്നീ പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ അഖിൽ വേലപ്പറമ്പിൽ, വി വിനീഷ്, AS സിനേഷ്, TM ആദിത്യ, KB ആർദ്ര തുടങ്ങിയവർ പങ്കെടുത്തു. സഹൃദയ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം 2026 ആഗസ്റ്റ് 29 വൈകിട്ട് 4 മുതൽ 8 വരെ പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. ലിജിയും സംഘവും അവതരിപ്പിക്കുന്ന രംഗപൂജയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. കവിയും എഴുത്തുകാരിയുമായ രാജകുമാരി വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് രാജേന്ദ്രൻ കിഴക്കൂടൻ അധ്യക്ഷനാവും. കേരള വിഷൻ ഡയറക്ടർ VP ബിജു മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെക്രട്ടറി തോമസ് മംഗലൻ, ട്രഷറർ ഡേവിസ് പുത്തൻപീടിക, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ രാജു, സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജോളി ചുക്കിരി, ഈനാഷു നടുവിൽ പീടിക എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാനദാനവും നടക്കും. വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അഗസ്റ്റിനോസിന്റെ ഊട്ടുതിരുനാൾ ഓഗസ്റ്റ് 29, 30 തീയതികളിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലി, ലതീന, നൊവേന എന്നിവ നടക്കും. തുടർന്ന് ഊട്ടുനേർച്ച വെഞ്ചിരിപ്പ് വിതരണം ചെയ്യും. ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ പാട്ടുകുർബാന നടക്കും. ഫാദർ വിപിൻ കുരിശുതറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിബിൻ താഴേക്കാടൻ വചന സന്ദേശം നൽകും. വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയർ അംഗങ്ങളുടെ സൗജന്യ വിനോദയാത്ര ആഗസ്റ്റ് 28 നടത്തും. വെണ്ടൂർ പള്ളി പരിസരത്തു നിന്നും രാവിലെ 8 പുറപ്പെടുന്ന യാത്രയുടെ ഫ്ലാഗ് ഓഫ് KK രാമചന്ദ്രൻ MLA നിർവഹിക്കും. ആളകപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, ഫാദർ ലാസൻ താണിക്കൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരാകും. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. ഇത്തവണ ഓണമല്ല, പൊന്നോണമാണ് കൃഷ്ണയിൽ. കൃഷ്ണയിൽ പൊന്നോണം. ഒത്തിരി ഓഫറുകളും സമ്മാനങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കാം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഇതല്ലേ ശരിക്കും പൊന്നോണം. സ്വർണം ഗ്രാമിന് 15,010 രൂപ, പവന് 1,20,080 രൂപ. ആളകപ്പ നഗർ, എരിപ്പോട്, അരിമ്പൂർ ചിറയത്ത് ദേവസി മകൻ ദേവസിക്കുട്ടി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആൻറ്റു, വർഗീസ്, ഡേവിസ്, ബീന എന്നിവർ മക്കളും. മോളി, കൊച്ചുറാണി, ഷീല, പരേതനായ ജോസ് എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് പാഴായി കോപ്പാട്ടിൽ വിജയൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നന്മയുടെ പൂവിളിയുമായി മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. ഓണക്കോടിയണിഞ്ഞും ഓണത്തപ്പനെ വരവേറ്റും തിരുവോണ സദ്യ ഒരുക്കിയും വീടുകൾ ആഘോഷത്തിമിർപ്പിലായി. തിരുവോണ ദിനത്തിൽ നാടിനെ കണ്ണീരിലാഴ്ത്തി 2 പേർക്ക് ദാരുണാന്ത്യം. ചേലക്കരയ്ക്കും പഴയന്നൂരിനും ഇടയിൽ ചേലക്കോട് ചായക്കടയിലേക്ക് ടാങ്കർ ലോറി പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. മുൻ ക്രിക്കറ്റ് അമ്പയറും സംഘാടകനുമായ B. നന്ദകുമാർ അന്തരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക.
പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.